പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ സുഖമായി സമാധാനത്തോടെ കിടന്നുറങ്ങിയ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. അപ്പോൾ ഈ പ്രഭാതത്തിങ്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേൽക്കുവാനും തിരുവചനങ്ങൾ കേൾക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് ഈ പ്രഭാതം എന്ന തലക്കെട്ടോടുകൂടെ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ച് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. യോബിന്റെ പുസ്തകത്തിൽ നിന്ന്, യോബിന്റെ പുസ്തകം നമുക്കറിയാം ഒരു ചരിത്ര പുസ്തകമാണ്. മനുഷ്യന് പിശാചിനെ ജയിക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നൽകുന്ന ഒരു പുസ്തകം. സാത്താന് ഒരു കാരണവശാലും മനുഷ്യനെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് ചരിത്രത്തിൽ തെളിയിച്ച ഒരു പുസ്തകം. ഈ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് അനേക ജീവിതങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. കഷ്ടതകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് യോബിന്റെ പുസ്തകം നിവർത്തി വായിച്ചാൽ വലിയ ആശ്വാസം ലഭിക്കപ്പെടുവാനിടയായി തീരും. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്: ജീവിതത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ യോബിന്റെ പുസ്തകത്തിലേക്ക് തിരിയുക. ഭക്തനായ യോബ്, ദൈവത്തിനു വേണ്ടി നേരോടെ നിവരനിന്ന യോബ്, ഈ യോബിന്റെ ജീവിതത്തിൽ വന്ന ദുരിതപൂർണമായ സംഭവങ്ങളെ ആസ്പദമാക്കിയ ഒരു ചരിത്ര രേഖയാണ് യോബിന്റെ പുസ്തകം. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു ഉണ്ടാക്കി കഥയല്ല, ഇത് ചരിത്രമാണ്. യോബ് എന്ന് പറയുന്ന ഭക്തൻ ജീവിച്ചിരുന്നതാണ്. യോബിന്റെ സഭ കുടീരം, ദൈവത്തിന് സ്തോത്രം, ഇന്നും നിലനിൽക്കുന്നു. അത് അനേകര് പോയി കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് യോബിന്റെ പുസ്തകത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആ ചോദ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഒന്നാമത്തെ ചോദ്യമെന്ന് പറയുന്നത് 23-ാം അധ്യായമാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. ജീവിതത്തിൻ്റെ വലിയ വേദനയുടെ നടുവിൽ ലിയോ പറയുന്ന ഒരു വാക്കാണ്, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ ചെല്ലുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ എലീഫസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി യോബ് പങ്കുവെക്കുന്ന സന്ദേശമാണ്. എലീഫസിന്റെ ആരോപണം എന്താണ്? എലീഫസിന്റെ ആരോപണം, നിന്റെ ദുഷ്ടത വലിയതല്ലോ, നിന്റെ അകൃത്യങ്ങൾക്ക് അന്തമില്ല, നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി, നീ അവരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവരെ നഗ്നരാക്കി. ദൈവത്തിനു സ്തോത്രം. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല, വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. 22-ാം അധ്യായത്തിൽ എലീഫസിന്റെ ആരോപണം വളരെ ഗൗരവമായ നിലയിൽ നടക്കുകയാണ്. അതിനുള്ള മറുപടി വളരെ വ്യക്തമായ നിലയിൽ ഇയ്യോബ് പറയുന്ന ഒരു പദമാണ്, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, അവന്റെ ന്യായാസനത്തിനു മുമ്പിൽ ഞാൻ നിൽക്കുമായിരുന്നു. ദൈവത്തിനു സ്തോത്രം.
അപ്പൊ ഈ ഒന്നാമത്തെ ചോദ്യം ദൈവം എവിടെയാണ് എന്നാണ്. അതിനുള്ള മറുപടി നമുക്ക് വ്യക്തമായി ലഭിക്കപ്പെട്ടു. തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ അവതാരമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ചരിത്രമാണ്, അതൊരു പൊട്ടങ്കഥയൊന്നുമല്ല, ചരിത്രത്തിലെ സംഭവമാണ്. വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനായി, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നവനായി, രോഗികളെ സൗഖ്യമാക്കുന്നവനായി, ഭൂതങ്ങളെ പുറത്താക്കുന്നവനായി, കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനായി, അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ജൈത്രയാത്ര ദൈവത്തിന് സ്തോത്രം പാലസ്തീൻ്റെ ബേത്ലഹേമിൻ്റെ ആ കൊച്ചു ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ആ രോഗശാന്തിയും ആശ്വാസവും സമാധാനവും പകർന്ന് യേശു കാൽവറിയിൽ യാഗമാകുവാനിടയായി തീർന്നു. നോക്കുക, ദൈവത്തിന് സ്തോത്രം. ദൈവം എവിടെയാണ് എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി, ദൈവത്തിന് സ്തോത്രം, ആ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്തപ്പോൾ അതിനുള്ള മറുപടി ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉയർപ്പ്, ഇതെല്ലാം ചരിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് സ്വർഗത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? 25:4 യോബിന്റെ പുസ്തകം 25:4 ഇങ്ങനെയാണ്, മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായ ചോദ്യമാണ്. ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് നീതിമാൻ ആകുന്നത്? ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ മനുഷ്യന് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗ്യ പദവി എന്ന് പറയുന്നത് അവൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 5:1 വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. ക്രിസ്തുവേശുവുള്ള വിശ്വാസത്തിൽ കൂടെ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു പാപിക്കും കണ്ടോ, ഏതൊരു മാനസികമായോ ശാരീരികമായോ ജാതിയോ മതമോ വർണ്ണമോ കറുത്തവനോ വെളുത്തവനോ സമ്പന്നോ ദരിദ്രനോ എന്നില്ലാതെ ഏതൊരു വ്യക്തിക്കും നീതീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠമാണ്. സ്തോത്രം. ആ പാദപീഠത്തിൽ നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയണം. മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകുമെന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായി റോമാലേഖനം 5-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി റോമാലേഖനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. യേശുക്രിസ്തുവിൽ കൂടെ നാം നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കുറ്റവിമുക്തമാക്കപ്പെടുക എന്നുള്ളതാണ്. സ്തോത്രം. കുറ്റവിമുക്തമാക്കപ്പെടുക, ആമേൻ. വിമോചിപ്പിച്ചു വിടുക, ആമേൻ. പൂട്ടി ഇട്ടിരിക്കുന്നതിനെ അഴിച്ചു വിടുക, ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതിനെ ചെങ്ങലയിൽ നിന്ന് വിമോചിപ്പിക്കുക, ആമേൻ. തടവറയിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, വിമോചനം നൽകുക. ക്രിസ്തുയേശുവിൽ കൂടെ മാനവവർഗത്തിന് ഭൂമിയിൽ സ്ഥാപിതമായ ആമേൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് വിമോചനം നൽകുന്ന സ്ഥാപനം. അത് ക്രിസ്തുവിന്റെ ആമേൻ ക്രൂശാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിൽ ചങ്ക് പിളർന്ന് ഒഴുക്കിയ പുണ്യാഹ രക്തമാണ് മനുഷ്യന്റെ നീതീകരണത്തിന് ഉതകുന്നത്. നമുക്ക് വിശ്വസിക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് മറുപടി വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള വ്യക്തമായ ആ വ്യക്തത നൽകിയിരിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ ക്രൂശുമരണത്തിൽ കൂടെ ലഭിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ മനുഷ്യന് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്ന പുനരുത്ഥാനമാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തെയും
ആമയും പുനരുത്ഥാനത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയാണ്. പ്രിയരെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആമീൻ ആ നീതീകരണത്തിൽ കൂടെ ആ ദൈവത്തെ കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കപ്പെടുന്ന പുനരുത്ഥാനം, ആമീൻ, അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും മഹത്വകരമായ അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയണം. ആകയാൽ ഈ രാവിലെ ദൈവസന്നിധിയിൽ എന്ന ആമീൻ ഈ ചിന്തയിൽ നിങ്ങൾക്ക് നൽകുവാനുള്ള ആ സന്ദേശത്തിൽ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ നൽകപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ദൈവം ആമീൻ എവിടെയാണ് എന്നുള്ള ചോദ്യം. ദൈവത്തെ തപ്പി നടന്നവരുടെ മുമ്പിൽ ആമീൻ ക്രിസ്തു മനുഷ്യാവതാരമെടുത്തപ്പോൾ അതിന് മറുപടി ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. രണ്ടാമത്തെ ആ ചോദ്യം എന്ന് പറയുന്നത്, മർത്യൻ ദൈവസന്നിധിയിൽ ആ നീതിമാൻ എങ്ങനെ നീതിമാനാകും എന്നുള്ള ചോദ്യമാണ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കൂടെ നമുക്കതിന് മറുപടി ലഭിക്കപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 11:25 കൂടെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അവൻ മറുപടി നൽകി. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാൻ ലഭിക്കപ്പെട്ട ഈ വിലയേറിയ അവസരം, ആമേൻ, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ ചിന്തകളാൽ നിങ്ങളെ അനുഗ്രഹമാക്കട്ടെ. ഈ രാവിലെ സമയം നിങ്ങൾക്ക് ഇത് ധന്യകരമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.